ഓണം സീരീസിലെ ഇന്നത്തെ കറിയാണ് സാമ്പാർ. ഇത് സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കറികളും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ 1 കപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേറെ ആയിട്ട് വേണം വേവിച്ചെടുക്കാനേ, പരിപ്പിന് ഇച്ചിരി വേവ് കൂടുതലല്ലേ. ഇനിയിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറേ കഷ്ണങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ചേമ്പുണ്ട്, ചേനയുണ്ട്, അതുപോലെ മുരിങ്ങക്കോലുണ്ട്, പിന്നെ കത്രിക്ക, വാഴയ്ക്ക, നമ്മുടെ ക്യാരറ്റ് എല്ലാം ഉണ്ട്. പടവലങ്ങ 1 പീസ് എല്ലാം ഞാൻ സാമ്പാർ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ മതി. എന്നാൽ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വേറെയാണ് ഒന്ന് വറുത്തിടുന്നത്. ഇനി നമ്മുടെ പരിപ്പ് വെന്തവിടെ ഇരിപ്പുണ്ട്, അതൊരു ചട്ടിയിലേക്ക് ഇടാം. ആ പരിപ്പിൻ്റെ കൂടെ തന്നെ ഈ കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കണം. ഇതിനെല്ലാം ഏകദേശം ഒരേ വേവുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. വെണ്ടയ്ക്ക മാത്രം വറുത്തിടാൻ മാറ്റി വെക്കണം. ചെറിയ ഉള്ളി ഞാൻ കുറേ ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, ഒന്നോടെ തന്നെ ഇട്ടേച്ചാൽ മതി. ഇത് ഈ വേവ് കൂടിയത് പരിപ്പിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ വേറെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ പരിപ്പ് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കളയണ്ട കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് എല്ലാ പൊടികളും ചേർക്കുന്നുണ്ട്. എന്നാലും വേവുമ്പോൾ ആ കഷണത്തിൽ എരിവും ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൗഡർ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ അത്യാവശ്യം എരിവൊന്നും കാണുകയില്ല. ഈ കഷ്ണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ചെറിയ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില. ഞാനൊരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലി. അതെന്തിനാണെന്നറിയാം, ഗ്യാസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ സാമ്പാർ കഴിക്കുമ്പോൾ ചിലവർക്ക്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് വെന്ത് വരുന്ന പാകമാകുമ്പോഴത്തേക്ക് 2 തക്കാളി വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ആദ്യം ഇത് ചേർത്താൽ ഉണ്ടല്ലോ വേഗല കഷ്ണങ്ങൾ പുളിയുള്ളത് കൊണ്ട് തക്കാളിക്ക്. അതുകൊണ്ട് വെന്തതിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടി പിടിക്കും ചട്ടി ആയതുകൊണ്ട്. ഇപ്പം കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക ഒഴുപ്പിൽ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് കുറച്ച് പുളി വേണമല്ലോ. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ടിപ്സ് കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് സാമ്പാർ പൗഡർ, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം, നമ്മുടെ ഉലുവയില്ലേ, ഉലുവ പൊടിച്ചത് എല്ലാം കൂടെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പകുതി ഞാൻ താളിക്കുന്ന സമയത്ത് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറിക്ക് നല്ലോണം ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനിയിപ്പം അടച്ചു വെച്ച് ഒന്നുകൂടി തിളച്ച് വരട്ടെ. സാമ്പാറിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കട്ടയേ ഉള്ളേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയില്ലേ, അതൊന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും 3-4 കീറിയിട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കായ്ക്ക് വേവ് കുറവായതുകൊണ്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ മതി. ഇതിനൊരു വഴുക്കലില്ലേ, അത് സാമ്പാറിൽ കിടന്നാൽ കുറുകിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിടുന്നത്. ഇനി സാമ്പാറിലേക്ക് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം. ഇനി ചെറിയ തീയിലിട്ടിരുന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് ബാക്കി കുറച്ച് ചേരുവോട് ചേർക്കാണ്ട് അതും ചേർത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡിയാണ്. ഇപ്പം കണ്ടില്ലേ, നല്ല കളറിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടിയാണ് ഈ സമയത്ത് ചേർക്കുന്നത്. മല്ലിയിലയൊക്കെ ഓപ്ഷനല്ല, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. പക്ഷേ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിയില ഇട്ടാൽ. ഇനിയിപ്പോൾ താളിപ്പേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ വറ്റലുമുളകാണ്. ഉരുണ്ട മുളകുണ്ടേ അതെടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് അരപ്പുണ്ടെന്ന് ബാക്കി,
ആ അരപ്പ് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നല്ലോണം സാമ്പാർ പൊടിയൊക്കെ ചേർന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയൊന്നും തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിയുള്ള സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും എൻ്റെ റെസിപ്പികളെല്ലാം കണ്ടെന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല കുറുകിയ സദ്യക്ക് പറ്റിയ സാമ്പാറായത്. ഇതിന് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വെക്കാതെ നമ്മൾ ചട്ടിക്കകത്ത് തന്നെ വേവിച്ചെടുത്താൽ ഉണ്ടല്ലോ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവുകയല്ലേ, ഒരേ പാകത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ചോറിനും സദ്യയ്ക്കും എല്ലാം കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാമ്പാറായത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഓണത്തിൻ്റെ വേറെ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.